ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഈ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകണം 3 ചേരുവകൾ കൊണ്ട് ഇന്നൊരു പുഡിങ് ഉണ്ടാക്കിയാലോ? അപ്പോൾ റെസിപ്പിക്ക് ഞാൻ അടുക്കളയിൽ പോയിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് പോകുമല്ലേ? പുഡിങ്ങിന് ആവശ്യമുള്ള 2 കോഴിമുട്ട, പിന്നെ പഞ്ചസാര, പിന്നെ 1 കപ്പ് പാൽ കേട്ടോ. അപ്പോൾ ഇത് ഇന്നിപ്പോൾ കാരമൽ പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ പാലും പഞ്ചസാരയും മുട്ടയും ഒക്കെ റെഡി ആയിക്കണം. ഇനി നമുക്ക് പാൽ ആദ്യം തന്നെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് ഇളം ചൂടാകണ വരെ ഒന്ന് ആറാൻ വെക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പാലിനെ അങ്ങോട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് ഉരുക്കി ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. പിന്നെ തീ കൂട്ടി തന്നെ വെച്ചോളൂ കേട്ടോ കുറച്ച് നേരം. പിന്നെ ഇതൊന്ന് ഉരുകി ഒന്ന് വരുമല്ലോ, അപ്പോൾ ഒന്ന് തീ കുറച്ച് വെക്കണേ. അങ്ങനെ നമ്മുടെ പഞ്ചസാരയൊക്കെ ഉരുകി ഒന്ന് വന്നപ്പോൾ തീ കുറച്ച് വെച്ചിക്കണം കേട്ടോ. നല്ലപോലെ കുറച്ച് വെച്ചിക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിക്കണം കേട്ടോ. എന്നിട്ട് അതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം. ഇത് നമ്മുടെ പാത്രത്തിൽ വേഗം കട്ട പിടിക്കാണ്ടിരിക്കാനാണ് കേട്ടോ. ഇത്തിരി ലൂസോടെ ഇരുന്നോട്ടേ വെച്ചിട്ടാണ് ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ ആ ഒരു ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ ഏകദേശമൊക്കെ റെഡി ആയിക്കണം കേട്ടോ. ഇനി നേരെ തന്നെ നമുക്ക് ഏത് ബൗളിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണെങ്കിൽ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ ഇങ്ങനെ എല്ലാം റെഡി ആയിക്കണം. നനവില്ലാത്ത പാത്രം എടുത്ത് അതിലേക്ക് ഈ കാരമൽ ഒഴിച്ച് ഒന്ന് എല്ലാവിടെയും ഒന്ന് ആവണ പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം കേട്ടോ. എല്ലാം അവിടെ ഒന്ന് ആകുന്ന പോലെ പതുക്കെ ഒന്ന് സമയം പിടിച്ച് ഒന്ന് ഇളക്കി ഒന്ന് എല്ലാവരുടെയും അങ്ങോട്ട് ചുറ്റിച്ച് വയ്ക്കുക. ഇനി ആവശ്യമുള്ളത് 8 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഇവിടെ പൊടിച്ച് റെഡി ആയിക്കണം കേട്ടോ. അതൊരു പാത്രത്തിലേക്ക് നമുക്ക് കൊട്ടാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം തിളപ്പിച്ച പാലുണ്ടല്ലോ, അത് ഇപ്പോൾ ഇളം ചൂടായിട്ടുണ്ട്. അത് ഈ പഞ്ചസാര പൊടിച്ചതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ആവശ്യമുള്ളത് നമ്മുടെ വാനില എസൻസ് ഒരു മൂടി ഒഴിച്ചു കൊടുക്കണം. അതിന് മുമ്പായിട്ട് 2 കോഴിമുട്ട അവിടെ മാറ്റി വെച്ചിട്ടാണല്ലോ, അത് ഉടച്ച് അത് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. മുട്ട ഉടച്ചത് നമ്മുടെ ഈ പാലും അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് വാനില എസൻസ് ഉണ്ടല്ലോ, അത് ഒരു അടപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ മുട്ടയും പാലും എല്ലാം ഒന്ന് യോജിക്കുന്ന പോലെ ഒന്ന് മെല്ലെ ഇളക്കി കൊടുക്കുക. ഒരുപാട് ബബിൾസാക്കി ഇളക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിങ് വേവിക്കാനൊക്കെ വെച്ച് വെന്ത് വരുമ്പോൾ അതിൻ്റെ ഒരു ബബിൾസിൻ്റെ ഇതുണ്ടാവും. അപ്പോൾ നമ്മൾ മെല്ലെ ഒന്ന് സാവധാനം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് ഒന്നിങ്ങനെ മെല്ലെ അങ്ങനെ ആക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ പഞ്ചസാരയും മുട്ടയും എല്ലാം നല്ലതുപോലെ യോജിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഞാനവിടെ ഇഡ്ഡലി ചട്ടിയിലാട്ടോ ഒന്ന് ആവി കയറ്റാൻ വെക്കണത്. അപ്പോൾ അതവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ പാത്രത്തിലേക്ക് ഇതൊന്ന് അരിച്ചൊഴിക്കാം കേട്ടോ. അപ്പോൾ മുട്ടൻ്റെ എന്തെങ്കിലുമൊക്കെ അംശം ഉണ്ടെങ്കിൽ അതൊക്കെ അരിച്ചതിലേക്ക് അങ്ങനെ അരിപ്പയിലേക്ക് ആയിക്കോളും. അപ്പോൾ അതിലേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ച് ആ പാത്രത്തിലാക്കി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി ചട്ടി നല്ല വെള്ളമൊക്കെ ആവിയൊക്കെ അങ്ങോട്ട് വന്നിക്കണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പുഡിങ് ആക്കിയ മിശ്രിതം ഉണ്ടല്ലോ, അതിലേക്ക് അങ്ങോട്ട് വെച്ച് ഒരു 25 മിനിറ്റ് അങ്ങോട്ട് ആവി കയറ്റാൻ വയ്ക്കാം കേട്ടോ. ഇനിയിപ്പോൾ വേഗം ഒന്ന് അടപ്പ് അതിൻ്റെ നമ്മുടെ പുഡിങ്ങിൻ്റെ മേലെ ഒരു അടപ്പ് വെച്ചിട്ടാണ് ഞാൻ വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ ആവി അതിലേക്ക് ഇറങ്ങില്ലല്ലോ.
അപ്പോൾ നമ്മുടെ 25 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതാക്കാണ്ടില്ലേ ഇങ്ങനെ ഇതിലൊന്നും സ്പൂണിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്തു, അത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു കേട്ടോ. ഒരു ഞങ്ങൾ വെളിയിൽ പോയി, അപ്പോൾ ഞങ്ങളൊന്ന് വെളിയിൽ പോയി വരുന്ന സമയം വരെ, അപ്പോൾ ഞങ്ങൾ ഒരു 2 മണിക്കൂറായിക്കണം കേട്ടോ ഒന്ന് വെളിയിലേക്ക് പോയിട്ട് വരുന്ന ആ സമയം അതുവരെ വെച്ചിക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് പുഡിങ്ങൊക്കെ അങ്ങോട്ട് മുറിക്കാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ നല്ല വായിലിട്ട് അലിഞ്ഞു പോണ ഒരു പുഡിങ്ങാണ് കേട്ടോ, കാരമൽ പുഡിങ്. അപ്പോൾ നമ്മുടെ പുഡിങ്ങൊക്കെ റെഡി ആയിക്കണ്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ തണുപ്പ് കൊണ്ടാട്ടോ ഇങ്ങനെ ആക്കിയത്. അതായത് എനിക്കും നമ്മുടെ അല്ലൂട്ടനിക്കും ഈ പുഡിങ് അല്ലാത്ത ഒരു തണുപ്പ് പെട്ടെന്ന് വായിലിട്ട ഒരു പ്രത്യേക ഒരു അനക്കം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി കാണുമ്പോഴേക്കും